അസ്സലാമലൈക്കും പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ അബ്ദുറഹ്മാൻ സാഹിബ് ഉണ്ണികൃഷ്ണനായി ജീവിതം തുടങ്ങിയ, പിന്നീട് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഏകത്വം അത് തിരിച്ചറിയുകയും സത്യപാതയിലേക്ക് സത്യപാന്താവിലേക്ക് നടന്നെടുക്കുകയും ചെയ്ത ഉണ്ണികൃഷ്ണൻ എന്ന യുവാവ് പിന്നീട് ഇസ്ലാം സ്വീകരിക്കുകയും അബ്ദുറഹ്മാൻ എന്ന പേര് സ്വീകരിക്കുകയും ഇന്ന് കേരളത്തിലുടനീളം ദഅവത്തിന്റെ മാർഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തെ സംബന്ധമായിക്കൊണ്ട് അദ്ദേഹത്തിന്റെ പല വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇന്ന് അബ്ദുറഹ്മാൻ സാഹിബ് കുറച്ച് മുസ്ലിയാർ കുട്ടികൾക്ക് ദീൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുവാനുള്ളത്. അതില് ആ കുട്ടികള് പ്രത്യേകമായിക്കൊണ്ട് അതിന്റെ അവസാന ഭാഗം എത്തുമ്പോൾ പ്രത്യേകമായിക്കൊണ്ട് ആ കുട്ടികൾ പറയുന്നുണ്ട്, ഇതൊന്നും ഞങ്ങൾക്ക് മുൻപ് അറിയില്ലായിരുന്നു, താങ്കള് പറഞ്ഞു തന്നപ്പോ ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് ദർസ് ഓതുന്ന ആ കുട്ടികൾ പറയുന്ന ആ ഭാഗം കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ആശ്ചര്യം തോന്നുന്ന ഒരു സാഹചര്യമുണ്ട്. ഇൻഷാ അല്ലാ ആ വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കുക. അതിൽ എന്താണ് അദ്ദേഹം അവരോട് പറയുന്നത്, എന്തെങ്കിലും തെറ്റ് പറഞ്ഞിട്ടുണ്ടോ, അദ്ദേഹം പറയുന്നതിൽ എന്തെങ്കിലും വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ടോ ഒന്ന് കാണുക, മനസ്സിലാക്കുക. അവസാനത്തിൽ ചെറിയൊരു കാര്യം കൂടി പറയാനുണ്ട്. വീഡിയോയിലേക്ക്. ഏത് മദ്രസയിലാണ് ഞങ്ങളെല്ലാരും പഠിക്കണത്? അവിടെ കേറിയില്ലേ, അവിടെ ഒരു ടൗൺ പള്ളി ഉണ്ട്, ചെറിയ സ്ഥാപനം. എന്താ പഠിക്കണത്? ഖുർആനാണോ? അല്ല, ഖുർആനല്ല. എന്താ കിതാബ്? ഏത് കിതാബാ? ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. എന്റെ അച്ഛനും അമ്മയും എനിക്കിട്ട പേര് ഉണ്ണികൃഷ്ണൻ എന്നാണ്. ഞാൻ ഖുർആനിൽ നിന്ന് ഒന്നും രണ്ട് കാര്യങ്ങൾ ചോദിക്കും നിങ്ങളോട്. നിങ്ങൾ മുത്തഅലീമുകളാണ്, അതുപോലെ തന്നെ വയലു പറയാൻ പോവാണ്. കൃത്യമായിട്ട് നിങ്ങൾ ഉത്തരം പറഞ്ഞു തരണം. ഞങ്ങള് ഹിന്ദു മതത്തിൽ താമസിച്ചിരുന്ന അല്ലെങ്കിൽ ഹിന്ദു മതത്തിൽ ജീവിച്ചിരിക്കുന്ന ആളുകളാണല്ലോ. ഞാൻ ആശാരിയായിരുന്നു. അതുപോലെ തന്നെ മണ്ണാൻ, നമ്പൂതിരി, നായര്, പാണൻ, ചെറമ്മൻ, ഇങ്ങനെയൊക്കെ ജാതിയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യരെ വേർതിരിച്ചിരുന്നു അല്ലെ. ഇസ്ലാം പറഞ്ഞു, ഇന്ന അക്രമക്കും ഇന്ദല്ലാഹി അദ്കാക്കും, നിങ്ങളിൽ ഏറ്റവും ആദരണീയനാരാണ്? നിങ്ങൾ ദർസ് പഠിക്കണ കുട്ടികളല്ലേ, നിങ്ങൾ എനിക്ക് പറഞ്ഞു തരും, നിങ്ങളിൽ ഏറ്റവും ആദരണീയനാരാണ്? ഇന്ന അക്രമക്കും ഇന്ദല്ലാഹി അദ്കാക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ ഏറ്റവും ആദരണീയൻ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവനാണ്. ആലിമാണ്, പക്ഷെ അയാൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നില്ലെങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും വില ഉണ്ടോ? ഇല്ല. പക്ഷെ ഒരു ജാഹിലാണ്, പക്ഷെ അവൻ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുന്നു, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നു. അള്ളാഹുവിന്റെ മുമ്പിൽ ആർക്കാ സ്ഥാനം ഉണ്ടാവുക? അതെ, തഖ്വ പാലിക്കുന്നവർക്കാണ് അള്ളാഹുവിന്റെ മുമ്പിൽ സ്ഥാനം. ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു ഇറക്കി കൊടുത്ത ഖുർആനിൽ പറയുന്നുണ്ടേ, ഹുവ സമ്മാകുമുൽ മുസ്ലിമീന മിൻ ഖബലു വഫി ഹാദാ, നിങ്ങൾക്കും നിങ്ങളുടെ മുൻഗാമികൾക്കും നാം മുസ്ലിമീങ്ങൾ എന്ന് നാമകരണം ചെയ്തിട്ടുണ്ട്. ഇന്ന് പക്ഷെ നമ്മൾ മുസ്ലിമീങ്ങളെന്ന് പറയാറില്ല, മറിച്ച് എന്താ പറയാ, ഞങ്ങളൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളാണ് അല്ലെ, ഞങ്ങളൊക്കെ മുജാഹിദീങ്ങളാണെന്നൊക്കെ പറയും അല്ലെ. ഈ സുന്നി മുജാഹിദും തബ്ലീഗും ഒക്കെ എന്താന്ന് വല്ല പിടുത്തോണ്ടോ നിങ്ങൾക്ക്? എന്താ? ഒരു 100 കൊല്ലം മുന്നേ കുറച്ച് പുത്തനാശയക്കാർ വന്നു. 100 കൊല്ലം മുമ്പ് ഒരു പുത്തനാശയം പറഞ്ഞ ഒരാശയം, പുത്ത ആശയം. അതുകൊണ്ട് ഒരു ചങ്ങായിക്ക് പെട്ടെന്ന് തോന്നി, എന്തപ്പോ ഷിർക്കല്ലേ നബിയെ അങ്ങനെ ആരാധിക്കണേ, നമ്മള് എന്തിനാ വിൽക്കാൻ പോയി അള്ളാനെ വിളിച്ചൂടെ, എന്തിനാണ് ഈ മൊയ്ത് ഷെയ്നെ വിളിക്കണേ, എന്തിനാണ് റസൂലുള്ളാഹിനെ വിളിക്കണേ, എന്തിനാണ് തകർക്കുമ്പോ റസൂലുള്ളാഹിക്ക് പാസ് കൊടുക്കണേ. നമ്മള് കണ്ട് ഉദ്ദേശിക്കണേ ഓൽക്ക് അള്ളാനത്തെ കുറച്ച് ബന്ധമുള്ള ആൾക്കാരാണ്. അപ്പൊ ഓൽക്ക് അള്ളാന്റെ അടുത്ത് അങ്ങനെ പെട്ടെന്ന് പറയണേ, നമ്മള് കുറച്ച് ചപ്പു ചവറുകളല്ലേ, അരിയില്ല, അങ്ങനെ അറിയില്ലാത്ത ആൾക്കാരല്ലേ, പെട്ടെന്ന് അങ്ങനെ ദുആ കബൂലാക്കണമെന്നില്ല. പക്ഷെ നബീന്റെ അടുത്തും ഷേഖന്മാരത്തൊക്കെ പറഞ്ഞ ഓലിക്ക് കുറച്ച് അള്ളാന്റെ ബന്ധമുള്ള ആളല്ലേ. അപ്പൊ നമ്മള് നല്ല മഹബത്തോടെ നമ്മൾ വിളിച്ച ഇജാബത്തൊന്നും നമ്മൾ വിളിക്കുന്നത്, ഓര് പറയണ അത് ശിർക്കാണ്. അതായത് മൊയ്തീൻ ഷെയ്ഖിനെ വിളിക്കാൻ പാടില്ല, നബിയെ വിളിക്കാൻ പാടില്ല എന്ന് അവര് പറയണു അല്ലെ. അതുകൊണ്ടാണ് അവരെങ്ങനെ മാറ്റി നിർത്തുന്നത്. അവരാണ് പുത്തനാശയക്കാര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിയോഗിതനാകുന്ന സമയം എന്തായിരുന്നു മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസം എന്ന് പഠിച്ചിട്ടുണ്ടോ? ഞാൻ ഇൽമു പഠിക്കുന്ന ഒരാളായതുകൊണ്ടും നിങ്ങൾ ദർസ് പഠിക്കുന്ന കുട്ടികളായതുകൊണ്ടും ചോദിക്കുകയാണ് കേട്ടോ. നബിതങ്ങള് കഅബാലയത്തിൽ ചെല്ലുന്ന സമയത്ത് മക്കയിലെ മുശ്രിക്കുകളുടെ ആരാധനാ രീതികൾ അതെന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ടോ? എന്തായിരുന്നു? ഓരോ ഏകദൈവാരാധനയ്ക്ക് വേണ്ടി പണി കഴിപ്പിച്ച കഅബാലയത്തിൽ 360ഓളം വിഗ്രഹങ്ങളെ അവർ ആരാധിച്ചിരുന്നു എന്നുള്ളതാണ് അല്ലെ. സൂറത്തു സുമറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അലാ ലില്ലാഹി ദീനുൽ ഖാലിസ്,
അറിയണം, നിങ്ങൾ നിഷ്കളങ്കമായ മതം അത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. വല്ലദീന തഖദൂ മിൻ ദൂനിഹി ഔലിയാ, അള്ളാഹുവിന് പുറമെ കാര്യകർത്താക്കളെ സ്വീകരിച്ച ആളുകൾ, ഔലിയാക്കളെ സ്വീകരിച്ച ആളുകൾ അവരെന്താ പറഞ്ഞിരുന്നത്? മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ, ഞങ്ങൾക്ക് അള്ളാഹുവിലേക്ക് ശരിയായ ഒരു അടുപ്പമുണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നത് എന്നുള്ളതാണ്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മക്കയിലെ മുശ്രിക്കുകളും ഏതൊരു വിഷയത്തിലാണ് ഭിന്നിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏതവസ്ഥയിലും ഒരു അടിമ അള്ളാഹുവിനെ മാത്രമേ വിളിച്ച് സഹായം തേടാൻ പാടൂ. മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞു, അല്ല, അള്ളാഹുവോടൊപ്പം ഞങ്ങൾ ലാത്തയെയും മുസ്തയെയും മനാത്തയെയും ഒക്കെ വിളിച്ചു തേടുമെന്നുള്ളതാണ്. അവർ ഭിന്നതയിലായി. അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, ഇന്നല്ലാഹ യഹ്കും ബൈനഹും ഫീമാഹും ഫീഹി യഖ്തലിഫൂൻ, നിശ്ചയമായും നിങ്ങൾ ഭിന്നിച്ച വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്കിടയിൽ വിധി കൽപ്പിക്കുന്നതാണ്. തുടർന്ന് പറഞ്ഞു, ഇന്നല്ലാഹ ലാ യഹ്ദി മൻ ഹുവ കാദിബുൻ കഫാർ, ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു തആല കള്ളവാദികളായ നിഷേധികളായ ആളുകളെ സന്മാർഗത്തിലാക്കുകയില്ല എന്നുള്ളതാണ്. ഇന്നിവിടെയും മുസ്ലിമീങ്ങളായ നമുക്കിടയിലുള്ള പ്രശ്നം എന്താണ്? ഒരു കൂട്ടർ അവർ പറയുന്നു, ഏതവസ്ഥയിലും ഒരടിമ അള്ളാഹുവിനെ മാത്രമേ വിളിക്കാൻ പാടൂ. മറ്റൊരു കൂട്ടർ പറയുന്നു, അല്ല, അള്ളാഹുവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ മൊഹീദി ഷെയ്ഖിനെയും CM മടവൂരിനെയും ഒക്കെ വിളിക്കാമെന്ന്. സഹോദരങ്ങളെ, തീർച്ചയായും നമുക്കിടയിലും അള്ളാഹു സുബ്ഹാനഹു തആല ഈ വിഷയത്തിൽ വിധി കൽപ്പിക്കും. ആരാണ് വിജയിക്കാൻ പോകുന്നത്? വമാ ആതാകും റസൂലു ഫഖൂദുഹു വമാ നഹാകു അൻഹു ഫൻതഹു, അള്ളാഹുവിൻ്റെ റസൂല് കൊണ്ടുവന്നത് നിങ്ങൾ സ്വീകരിക്കുക, അള്ളാഹുവിൻ്റെ റസൂൽ വിരോധിച്ചത് നിങ്ങൾ വിരോധിക്കുകയും ചെയ്യുക. അള്ളാഹിൻ്റെ റസൂൽ കൊണ്ടുവന്ന ആദർശം അള്ളാഹുവിനോട് മാത്രം സഹായം തേടുക, പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അള്ളാഹിൻ്റെ റസൂൽ വിരോധിച്ച കാര്യമോ അള്ളാഹുവോടൊപ്പം നിങ്ങൾ ആരെയും വിളിച്ച് തേടരുത് എന്നുള്ളതും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വഹീദീൻ ഷെയ്ഖ് റഹ്മമുള്ള, അള്ളാഹു ഇഷ്ടപ്പെടട്ടെ അദ്ദേഹത്തിന് ദർജകൾ ഉയർത്തി കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ ചരിത്രം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ദീനിൽ നിന്നും അകന്നുപോയ വലിയൊരു സമൂഹത്തെ ദീനിലേക്ക് മടക്കി കൊണ്ടുവന്ന മഹാനാണ്. പക്ഷേ അദ്ദേഹത്തിന് അള്ളാഹു ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണ്? അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിച്ചു, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റി ജീവിച്ചു എന്നുള്ളതാണ്, അല്ലെ? ദർസ് പഠിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, നീ പറഞ്ഞു നമ്മളൊക്കെ ചപ്പും ചവറുകളല്ലേ എന്ന് പറഞ്ഞു. നിങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെടണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങളെ പാപങ്ങൾ പുറത്തു തരണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എന്താ നിങ്ങൾക്ക് ശബ്ദമില്ലാത്തത്? ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ഉപദേശം പറഞ്ഞുതരാം. കുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നബിയെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം എൻ്റെ അടിമകൾക്ക്. ആരോടാ പറയുന്നത്? എന്നോട് നിങ്ങളോടും പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പ്രവാചകനോട് പറയുകയാണ്. നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ ഫത്തബിയൂനി, നിങ്ങൾ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റിക്കൊള്ളട്ടെ. അങ്ങനെ തന്നെയല്ലേ? എന്നാൽ എന്താ അതുകൊണ്ടുള്ള മെച്ചം? യുഹ്ബിബുക്കുമുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളെ സ്നേഹിക്കും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരും. വല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു ഏറെ പൊറുക്കുന്നവനാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ പാപികളാണ്, ചപ്പ് ചണ്ടികളാണെന്നും പറഞ്ഞ് മാറി നിൽക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന ഖുർആനും പ്രവാചക അധ്യാപനങ്ങളും ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിച്ചാൽ നിങ്ങളൊക്കെ എന്ത് ചെയ്യും? അല്ലാഹു സുബ്ഹാനഹു തആല ഇഷ്ടപ്പെടും. അതേസമയം ഞാൻ ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ മഹാന്മാരായ ആളുകൾ അവരൊരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ അവരെ മുൻനിർത്തി പ്രാർത്ഥിക്കട്ടെ, അല്ലെങ്കിൽ അവരോട് ഞങ്ങൾ കാര്യങ്ങൾ ചോദിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കാത്തതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ നിങ്ങളെപ്പോലെ ദർസ് പോയി പഠിച്ചതല്ല, ഞാൻ എൻ്റെ വാപ്പിമ്മി മുസ്ലിം ആയതുകൊണ്ട് മുസ്ലിം ആയതുമല്ല. സ്വർഗമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ സ്വർഗത്തിലേക്കുള്ള ഒരു മാർഗം പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റി ജീവിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ പറഞ്ഞു 100 കൊല്ലം മുമ്പ് പുത്തൻ ആശയക്കാരുണ്ടായി. എന്താ അവര് പറഞ്ഞ ആശയം? അള്ളാനെ വിളിച്ചാ പോരേന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതും ചെരുപ്പിന്റെ വാറ് പൊട്ടിക്കഴിഞ്ഞാൽ മൊയ്തീൻ ഷെയ്ഖിനെ വിളിക്കാനാണോ അതോ അള്ളാഹുവിനെ വിളിക്കാനാണോ? ഇഷ്ടമുള്ളത് വിളിക്കാനല്ല പറഞ്ഞത്. നിങ്ങൾ അങ്ങനെ പറയരുത്. എന്താ പറഞ്ഞത്? ചെരുപ്പിന്റെ വാറ് പൊട്ടിക്കഴിഞ്ഞാൽ ഇഷ്ടമുള്ളത് വിളിക്കാനാണോ പറഞ്ഞത്? നിങ്ങൾ ദർസ് പഠിക്കുന്ന കുട്ടികളല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന് ഒട്ടകപ്പുറത്ത് വെച്ച് കൊടുത്ത ഉപദേശങ്ങളിൽ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ആരോട് ചോദിക്കാനാ പറഞ്ഞത്? നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കാൻ വേണ്ടി പറഞ്ഞു. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയാണെങ്കിൽ
അല്ലെ? അങ്ങനെ പറഞ്ഞിട്ടില്ലേ? നീ ചോദിക്കുകയാണെങ്കിൽ ആരോടാ ചോദിക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞോ, നീ ചോദിക്കുകയാണെങ്കിൽ എന്നോട് ചോദിച്ചോ, ഞാൻ അള്ളാഹുവിന്റെ റസൂലാണ്, അല്ലെങ്കിൽ സ്വഹാബാക്കളോട് ചോദിച്ചോ? ഇത് പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ ആത്മാർത്ഥമായിട്ട് എന്റെ പ്രിയപ്പെട്ട അനിയന്മാരോട് പറയുകയാണ്, നമ്മൾ ഒരു വിഭാഗത്തെയും വെറുക്കാതെ അതിന്റെ നിജസ്ഥിതികളെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഞാൻ വിഭാഗീയത പറയണില്ല, പക്ഷെ ഏതൊരു വിഷയത്തെ കുറിച്ചും നമ്മൾ ഊഹങ്ങളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കാതെ, നമുക്കറിയാലോ ഒന്ന് സുന്നി മുജാഹിദ് എന്നൊക്കെ പറഞ്ഞ് കണ്ടാൽ പോലും പരസ്പരം മിണ്ടാത്ത അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അല്ലെ? ഞാനും നിങ്ങളും അള്ളാഹുവിന്റെ അടിമകളാണ്, റസൂലിന്റെ അനുയായികളാണ്. നമ്മൾ തമ്മിൽ ഇങ്ങനെ തെറ്റിക്കാനാണോ അള്ളാഹുവിന്റെ ദീന് നമുക്ക് തന്നിട്ടുള്ളത്? അല്ല, മറിച്ച് എന്താണ്, എല്ലാ മനുഷ്യരെയും ഒരുമിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതകളും വരുന്ന സമയത്ത് നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? ഫഇൻ തനാസൗതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, നിങ്ങൾ അള്ളാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും അത് മടക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വിളിച്ചു തേടേണ്ടത് അള്ളാഹുവിനെ തന്നെയാണ്. കാരണം വലഖദ് ഖലഖനൽ ഇൻസാൻ, ഞാനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് അല്ലെ? അള്ളാഹു അല്ലേ സൃഷ്ടിച്ചത്? വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു, അവന്റെ മനസ്സ് മന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ അറിയുന്നുണ്ട്, അള്ളാഹു അറിയുന്നില്ലേ? അപ്പൊ ഞാൻ എൻ്റെ ഒരു ആവശ്യം നിങ്ങളോട് പറഞ്ഞാൽ മാത്രമേ നിങ്ങൾ അറിയുള്ളൂ, ഞാൻ പറയാതിരുന്ന അറിയോ? പക്ഷെ അള്ളാഹു നമ്മളെ ഹൃദയത്തിലുള്ളത് അറിയുന്നുണ്ട്. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്, ഞാൻ ആ മനുഷ്യന്റെ കണ്ടനാടിയേക്കാൾ കൂടുതൽ അടുത്തവനാണ്. അപ്പൊ നമ്മളെ ആവശ്യങ്ങളും നമ്മളെ പ്രയാസങ്ങൾ നമ്മൾ വീഴാൻ പോകുമ്പോഴും മൊയ്തീൻ ഷേഖയെ നല്ല വിളിക്കേണ്ടത്, നബിയെ നല്ല വിളിക്കേണ്ടത്, മറിച്ച് എന്താ വിളിക്കേണ്ടത്? അള്ളാഹുവെന്നാ വിളിക്കേണ്ടത്. അതാണ് ഇസ്ലാമിന്റെ അക്കീദ എന്ന് പറയുന്നത്. നമ്മൾ സുന്നത്തുകൾ പിൻപറ്റിക്കൊണ്ട് നമ്മൾ യഥാർത്ഥ സുന്നിയാവണം. അതുപോലെ തന്നെ ദീനിന് വേണ്ടി നമ്മുടെ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും ജിഹാദ് ചെയ്തിട്ട് നമ്മൾ യഥാർത്ഥ മുജാഹിദാവണം. അങ്ങനെയാണ് നമ്മൾ എന്താവേണ്ടത്? യഥാർത്ഥ മുജാഹിദും യഥാർത്ഥ സുന്നിയൊക്കെ ആവേണ്ടത്. അല്ലാതെ ഞാൻ ജനിച്ചപ്പോൾ എൻ്റെ ഉപ്പിമ്മി സമസ്തക്കാരായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ സുന്നികളായിരുന്നു, ഞാൻ ജനിച്ചപ്പോൾ എൻ്റെ ഉപ്പിമ്മിയൊക്കെ മുജാഹിദീങ്ങളായിരുന്നു പറഞ്ഞുകൊണ്ട് നമുക്ക് സുന്നിയാവാനോ മുജാഹിദാവാനോ പറ്റുമോ? ഇല്ല. നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം? മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾ തയ്യാറാവണം അല്ലെ? ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഉസ്താദ്മാരെ ഞാൻ പറഞ്ഞത് ആ കാര്യത്തിലൊരു സംശയം ഉണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് അത് ഉറപ്പായില്ലേ, വ്യക്തമായില്ലേ? അപ്പൊ നമ്മൾ സങ്കടവും പ്രയാസവും വന്നു കഴിഞ്ഞാൽ ഇനി ആരെ വിളിക്കുള്ളൂ? മൊയ്തീൻ ഷേഖിനെ വിളിക്കോ, നബിയെ വിളിക്കോ? ഉറക്കെ പറയും. ബാറക്കല്ലാഹു ഫീക്കും, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആ വിഷയത്തിൽ തന്നെയല്ലേ നിങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നത്, വിളിക്കാൻ പാടുമെന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ റമദാൻ മാസത്തിൽ അള്ളാഹുവിനോട് കാര്യമായിട്ട് തൗബ ചെയ്യുക. നിങ്ങൾ പറഞ്ഞില്ലേ, ഇൽമ നേടുക, അറിവ് നേടുക എന്നുള്ളത് അള്ളാഹു തരുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അറിവുള്ളവർ മാത്രമേയാണ് അള്ളാഹുവിന് ഭയപ്പെടുള്ളൂ. ആ ആത്മാർത്ഥമായിട്ട് 5 നേരവും നമസ്കരിക്കുമ്പോൾ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, അള്ളാഹുവേ എന്നെ നീ മുസ്തഖീമായ മാർഗത്തിലേക്ക് എത്തിക്കണേ. ഈ പറഞ്ഞ പോലെ തന്നെ നീ എൻ്റെ ഹൃദയത്തിന്റെ മിടിപ്പുകൾ പോലും അറിയുന്നവനാണ്. നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്, വഖാല റബ്ബുക്കും, ഇതാ നിങ്ങളെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചോ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാന്നുള്ളത് അല്ലെ? സൃഷ്ടികൾക്ക് ആർക്കും സ്വന്തമായ ഒരു കഴിവില്ല, അള്ളാഹ് കൊടുക്കണതല്ലേ. അപ്പൊ അള്ളാഹ് കൊടുക്കുന്ന അള്ളാഹുവിനോട് നമുക്ക് ഡയറക്റ്റ് ചോദിക്കാൻ എന്തെങ്കിലും തടസ്സമുണ്ടോ? ഇതല്ലേ പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങളെ സംശയം ഉണ്ടായിരുന്ന വിഷയം എന്തായിരുന്നു? ഉറപ്പ് പറഞ്ഞിട്ട് എങ്ങനെയാണ് മുജാഹിദീങ്ങളും സംസ്ഥാനം എങ്ങനെയാണ് വ്യത്യാസം മനസ്സിലായല്ലേ? ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇനി ജീവിതത്തിൽ ഒരിക്കലും എന്ത് ചെയ്യരുത്, എന്താവശ്യങ്ങൾക്കും അള്ളാഹുവിനെ നമ്മൾ വിളിച്ചു പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ മൊയ്തീൻ ഷേഖ് റഹ്മത്തുള്ള അദ്ദേഹത്തിന്റെ ചരിത്രം വായിക്കണം, പഠിക്കണം. കാരണം അദ്ദേഹം മഹാനായ വ്യക്തിയാണ്. അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, അള്ളാഹുവേ അവർക്ക് ദീനിനു വേണ്ടി സേവനം ചെയ്തതുപോലെ സേവനം ചെയ്യാൻ ഞങ്ങളെ തൗഫീഖ് ചെയ്യണമെന്ന് പറയണം. ഇൻഷാ അല്ലാഹ്. റബ്ബ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അദ്ദേഹം പറഞ്ഞപ്പോ ആ കാര്യങ്ങള് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന കുട്ടികൾ പറയുമ്പോൾ ആ കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുന്നില്ല, പഠിപ്പിച്ചു കൊടുക്കുന്നില്ല എന്നുള്ളതല്ലേ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് ഇവർ ഈ വേഷവിധാനങ്ങൾ സമ്മാനിച്ചുകൊണ്ട് ഈ കുഞ്ഞു പൈതങ്ങളെ, ഈ മക്കളെ കൊണ്ടുപോയി ഇവര് കാണിച്ചു കൊടുക്കുന്നത്, പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്ന് രക്ഷിതാക്കള് ചിന്തിക്കേണ്ടതുണ്ട്. ആ കുട്ടികൾക്ക് തൗഹീദ് അത് എന്താണെന്ന് തിരിഞ്ഞത് ഈ കാറിലെ ഒരു യാത്രയില്, ആ ഫോട്ടോയിലുള്ളത് ഒരു കാർ യാത്രയാണ്. അവര് എങ്ങോട്ടോ പോകുമ്പോ ഇദ്ദേഹം ലിഫ്റ്റ് കൊടുത്തതാണ്. അതിൽ ഇരുന്ന് സംസാരിച്ച കാര്യങ്ങളാണ് നമ്മളിപ്പോ കേട്ടത്. അതില് അവര് കേൾക്കാത്ത കുറെ കാര്യങ്ങളാണ് ഇദ്ദേഹം പറയുന്നത്. ഉണ്ണികൃഷ്ണനായിരുന്നു അദ്ദേഹം. ആ ഒരു വിശ്വാസം ഉപേക്ഷിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് വന്നപ്പോ ഇസ്ലാം എന്താണെന്ന് വ്യക്തമായി പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. അയാളൊരു ഇസ്ലാമിക വിദ്യാർത്ഥി തന്നെയാണ്. അദ്ദേഹം ഇത് മറ്റുള്ള ഇതുപോലെയുള്ള മക്കൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ എന്തിനാണ് ഇവരിങ്ങനെ കുരുപൊട്ടിക്കുന്നത്?